ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കുമ്പോൾ നല്ല കിഡിലിൻ്റെ ഒരു ഫേസ് പാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ റെസിപ്പി അത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കുക. അപ്പോൾ അതിനായിട്ട് ഒന്നും വേണം, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ബീട്രൂട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് വിറ്റാമിനുകളാണ്. അത് നമ്മൾ കഴിക്കുന്നതും ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഗ്രേറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ തോരനൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ അരിയില്ല, ചെറുതാക്കിയിട്ട് അതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് തന്നെ അരിയണം, വലിയ വലിയ പീസസ് ആക്കി അരിയരുത്. ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ ഞാൻ ആക്കി എടുത്തത് നമ്മൾ മിക്സിയുടെ ജാൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ചെറിയ പീസാക്കിയതാണെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളത് അരച്ചെടുക്കണം, ഒരു തുള്ളി വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനി പീസാക്കിയതൊക്കെ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം, നമുക്കത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അതിൻ്റെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ എടുക്കുക, ഒരു അരിപ്പ് എടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ജ്യൂസ് കിട്ടുന്ന രീതിയിൽ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിൻ്റെ ആ ജ്യൂസൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ്, അത് ഇതിലേക്ക് കിട്ടും കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് അതിൻ്റെ ആ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല, എല്ലാം പ്രസ് ചെയ്താൽ അതിൻ്റെ ആ ജ്യൂസൊക്കെ നമുക്ക് കൂട്ടിട്ടോ. അപ്പോൾ ജ്യൂസാക്കി എല്ലാം ഇതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ജ്യൂസ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ജ്യൂസ് മാത്രം എടുത്താൽ മതി. നിങ്ങളിപ്പോൾ 2 ബീട്രൂട്ട് ഞാൻ എടുത്തത്, നിങ്ങൾ ചെറുതായതുകൊണ്ട് 2 എടുത്താൽ കേട്ടോ. വലുതാണെങ്കിൽ വലിയൊരു ബീട്രൂട്ട് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ജ്യൂസ് ആക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ളതിന് മാത്രമുള്ളത് ആദ്യം എടുത്ത് മാറ്റിയിട്ട് പിന്നെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്കതിൽ ആഡ് ചെയ്യേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഭയങ്കര നല്ല റിസൾട്ടുള്ളൊരു പൗഡറാണ് നമ്മൾ ഫേസിലിട്ടാൽ, റൈസ് പൗഡർ. അതിനുശേഷം ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ കടലമാവാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സൺ ടേൺ പോവും. അതുപോലെ സ്കിൻ നല്ല വൈറ്റനാവാൻ നല്ല റിസൾട്ടാണത്. നമുക്കിത് ഇപ്പോൾ കയ്യിലാണ് തേച്ച് കൊടുക്കുന്നത്. എനിക്ക് കയ്യിലും മുഖത്തും തേക്കാനുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുത്തിട്ട് ഇതുപോലെ പൗഡർ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഉലുവയുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് കണ്ടവർക്കും യൂസ് ചെയ്ത് നോക്കിയവർക്കൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു ഫേസ് പാക്ക് തന്നെയായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണിതും. നമ്മുടെ വീട്ടിലെ ചേരുവകൾ മാത്രമേ ഉള്ളൂ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, ഒരു കെമിക്കലൊന്നും ചേർക്കാത്തതല്ല. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് വെയിലൊക്കെ കൊണ്ട് വന്നവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒരു പാക്കിട്ട് നല്ലൊരു സ്കിന്ന് നല്ല സൺടനൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് ആവട്ടെ അത്. അപ്പോൾ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ഥിരം ഒരു പാക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1 മാസം തേച്ച് നിർത്താതെ അത് കണ്ടിന്യൂസ് തേക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാതെ 1 പ്രാവശ്യം 2 പ്രാവശ്യം തേച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല മട്ടും മാറ്റി വയ്ക്കരുത്. ആഴ്ചയിൽ 3 4 പ്രാവശ്യം നിങ്ങൾക്ക് സൗകര്യം പോലെ ഏത് ടൈമിൽ വേണമെങ്കിൽ അത് പാക്ക് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുക. പിന്നെ ഡ്രൈ ആകുമ്പോൾ കഴുകി കളയാത്രേ ഉള്ളൂ. പിന്നെ അത് കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ബാക്കി എനിക്ക് വന്നിട്ടുണ്ട്, അത് ഫേസിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡ്രൈ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൈ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് നമുക്ക് കഴുകി കളയുമ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക് ആ പാക്ക് ഇങ്ങനെ പോയിക്കോളും. അല്ലാതെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫേസിലാണെങ്കിലും നല്ല വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് റബ്ബ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പോകാൻ. അതൊന്ന് വെള്ളം തട്ടിയതിന് ശേഷം അത് കുതിർന്ന് വരും. പിന്നെ അത് മെല്ലെ തന്നെ അത് വാഷ് ചെയ്ത് പോയിക്കോളട്ടെ, ഒരുപാട് ഉരയ്ക്കരുത്. പിന്നെ നല്ല വെള്ളം നനച്ചതിന് ശേഷം അത് ഓരോ ഭാഗങ്ങൾ പോകുന്നുണ്ട്, കണ്ടില്ലേ. ഒരുപാട് ഉരയ്ക്കണ്ട, പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതുപോലെ മെല്ലെ വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നല്ലൊരു ടവൽ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യണം മാത്രമേ നല്ലൊരു ടവൽ മാറ്റി വയ്ക്കുക. ഞാൻ ഇപ്പോൾ ടിഷ്യൂ കൊണ്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ നല്ലൊരു ടവൽ ഇതിനായിട്ട് ചെറിയൊരു ടവൽ മാറ്റി വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തുടച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൈസ് പൗഡർ ആണെങ്കിലും അതുപോലെ ബീട്രൂട്ട് ആണെങ്കിലും അത് മാത്രം ചേർത്താലും മതി. ഇനി കടലമാവ് ചേർത്തില്ലെങ്കിലും റൈസ് പൗഡറും ബീട്രൂട്ട് ജ്യൂസും മാത്രം മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയുള്ള നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.